ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 ഇറങ്ങി സൂപ്പർ ഹിറ്റ് ആയ ഹിന്ദി ചിത്രം 12th ഫെയിൽ ആണ്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വിക്രാന്ത് മാസെ, മേധാ ശങ്കർ എന്നിവരാണ്. വളരെ ഉജ്ജ്വലമായ അഭിനയമാണ് വിക്രാന്ത് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ചമ്പലിലെ വളരെയധികം ദാരിദ്ര്യവും കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് സിവിൽ സർവീസ് എന്ന ഉന്നതമായ പരീക്ഷ എഴുതാൻ ഡൽഹിയിൽ പോയ ഒരു ചെറുപ്പക്കാരന്റെ യാതനകളുടെയും വിഷമങ്ങളുടെയും കഥയാണ് സിനിമ പറയുന്നത്. ചെറുപ്പക്കാരെ വളരെയേറെ മോട്ടിവേറ്റ് ചെയ്യുന്ന സിനിമയാണ് 12th ഫെയിൽ. എന്നാൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. മനോജ് കുമാർ ശർമ്മ ചമ്പലിലെ ബിൽഗാവൺ എന്ന ഗ്രാമത്തിലെ ഒരു ക്ലർക്കിന്റെ മകനാണ്. സിനിമ തുടങ്ങുമ്പോൾ മനോജ് ക്ലാസ്സിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ 12th എക്സാം കോപ്പിയടിക്കാൻ വേണ്ടി തുണ്ടുകൾ തയ്യാറാക്കുകയാണ്. വിതരണം ചെയ്യാത്ത വിത്തുകൾ വിതരണം ചെയ്തെന്ന പേരിലുള്ള ഫയലിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ മനോജിന്റെ അച്ഛൻ സസ്പെൻഷനിൽ ആയി. അഴിമതി കാണിക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന് 2 ചെരുപ്പും ഊരി എറിഞ്ഞിട്ടാണ് അയാൾ ഓഫീസ് വിട്ടത്. നമ്മൾ ഒരിക്കലും തോൽവി അംഗീകരിക്കില്ല, ഒരിക്കലും നമ്മളെ അടിച്ചമർത്താൻ കഴിയില്ല, ഇതായിരുന്നു അയാളുടെ നയം. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന സസ്പെൻഷൻ ലെറ്റർ മനോജിന്റെ അച്ഛൻ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇതിനെതിരെ അപ്പീൽ പോകാനും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടുമെന്നും പറഞ്ഞ് അയാൾ പോയി. നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് അമ്മ വിലപിച്ചപ്പോൾ താൻ 12th പാസ്സാകുമെന്നും ഓഫീസ് ബോയ് ആകുമെന്നും മനോജ് അമ്മയെ ആശ്വസിപ്പിച്ചു. എക്സാം ഹാളിൽ മനോജും മറ്റുള്ളവരും എക്സാം എഴുതാൻ തുണ്ടുകൾ പെറുക്കി വെച്ചപ്പോൾ അധ്യാപകൻ വന്നു പറഞ്ഞു, നിങ്ങളെയൊക്കെ കോപ്പിയടിക്കാൻ അനുവദിച്ചിട്ടും കഴിഞ്ഞ വർഷം 200 പേരിൽ 175 പേരും തോൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇക്കൊല്ലം പുതിയ സിസ്റ്റം ആണെന്നും ശരിയായ ഉത്തരങ്ങൾ താൻ ബോർഡിൽ എഴുതുമെന്നും എല്ലാവരും അത് നോക്കി പകർത്തി എഴുതിയാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ അവിടേക്ക് പുതുതായി സ്ഥലം മാറി വന്ന DSP ദുഷ്യന്ത് സിംഗ് കടന്നുവന്നു. ഇങ്ങനെ ചെയ്യാതെ കുട്ടികൾ പാസ്സാകില്ലെന്നും അവർക്ക് എന്തെങ്കിലും ചെറിയ ജോലികൾ കിട്ടാൻ ഇങ്ങനെ പാസ്സാക്കി വിട്ടാൽ മതിയെന്നും പ്രിൻസിപ്പൽ വിശദീകരിച്ചു. കൂടാതെ DSPക്ക് കൈക്കൂലി കൊടുക്കാനും ശ്രമിച്ചു. DSP ഇതിനെതിരെ നടപടി എടുക്കുകയും സ്കൂൾ പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ അക്കൊല്ലം 12th ആ സ്കൂളിലെ എല്ലാ കുട്ടികളും തോറ്റു. മനോജും സഹോദരനും കൂടി റിക്ഷ ഓടിച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഒരു ദിവസം അമ്മയ്ക്ക് പൈസ കൊണ്ടുവന്നു കൊടുത്തു. പക്ഷെ അടുത്ത ദിവസം മേയറുടെ ആളുകൾ അവരെ തടയുകയും റിക്ഷയിലെ പാസഞ്ചേഴ്സിനെ മേയറുടെ ബസ്സിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് 2 പേരെയും ജയിലിലാക്കി. DSP ദുഷ്യന്ത് സിംഗ് അവരുടെ സഹായത്തിനെത്തി 2 പേരെയും മോചിപ്പിച്ചു. എനിക്ക് അങ്ങയെപ്പോലൊരു പോലീസ് ഓഫീസർ ആകണമെന്ന് മനോജ് പറഞ്ഞപ്പോൾ ഒരിക്കലും വഞ്ചന ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷം അദ്ദേഹം സ്ഥലം മാറിപ്പോയി. എല്ലാവരും കോപ്പിയടിച്ചെങ്കിലും മനോജ് മാത്രം പഠിച്ച് പരീക്ഷ എഴുതി 12th പാസ്സായി. അതിനുശേഷം BAയും പാസ്സായി. വീട്ടിലെ ബുദ്ധിമുട്ട് മാറാൻ അമ്മ അവർക്കുണ്ടായിരുന്ന പശുക്കളെയും മറ്റും വിറ്റ് ചിലവ് നടത്തി. അവനെ പോലീസ് ആവാൻ PSC പരീക്ഷ എഴുതാൻ വേണ്ടി കോച്ചിങ് ക്ലാസ്സിൽ പോകണം. മുത്തശ്ശി അവന്റെ അമ്മയ്ക്ക് കൊടുക്കാതെ സ്വരുക്കൂട്ടി വെച്ച അവരുടെ പെൻഷൻ തുക മുഴുവനും അവന് കൊടുത്ത് DSP ആകാൻ വേണ്ടി പഠിക്കാൻ പറഞ്ഞു. ചേട്ടൻ അവനൊരു പുസ്തകം വാങ്ങിക്കൊടുത്തു. അമ്മയും ചേട്ടനും അനിയത്തിയും കൂടി അവനെ ഗ്വാളിയറിലേക്ക് ബസ് കയറ്റി വിട്ടു. വണ്ടി ഗ്വാളിയറിൽ എത്തി. ഉറങ്ങിപ്പോയ അവൻ ഉണർന്നു നോക്കിയപ്പോൾ അവന്റെ പണവും മറ്റും അടങ്ങിയ ചുവന്ന ബാഗ് കാണുന്നില്ല. കൂടെയുണ്ടായിരുന്ന സ്ത്രീ ബാഗ് കൊണ്ടുപോയെന്നും അവർ 1 മണിക്കൂർ മുമ്പ് ഇറങ്ങിയെന്നും കണ്ടക്ടർ പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ആ ആൾത്തിരക്കിൽ പകച്ചു നിന്നു. രാവിലെ കോച്ചിങ് ക്ലാസ് തുറന്നപ്പോൾ അവൻ അവിടെ ചെന്നു. ഗവൺമെന്റ് ആകെ ബ്രോക്കാണെന്നും PSC എക്സാം നിർത്തിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. വിശപ്പ് സഹിക്കാതായപ്പോൾ അഭിമാനമൊന്നും നോക്കാതെ അവൻ ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം തരണമെന്നും പകരം എന്ത് ജോലിയും ചെയ്യാമെന്നും പറഞ്ഞു. അവൻ കഴിച്ചുകൊണ്ടിരിക്കെ പ്രീതം പാണ്ഡെ അവന്റെ അടുത്തു വന്നിരുന്നു. സംസാരത്തിനിടയിൽ പാണ്ഡെ UPSC എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഡൽഹിക്ക് പോകുകയാണെന്ന് പറഞ്ഞു. സിവിൽ സർവീസ് പാസ്സായാൽ IPS ഓഫീസർ ആകാമെന്നും പാണ്ഡെ പറഞ്ഞു. DSPക്ക് വളരെ മുകളിലാണ് IPS ഓഫീസറുടെ സ്ഥാനമെന്നും പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെയൊരു എക്സാമിനെക്കുറിച്ച് മനോജ് കേൾക്കുന്നത് തന്നെ. തനിക്കും IPS ഓഫീസർ ആകണമെന്നും ഡൽഹിക്ക് വരുന്നുണ്ടെന്നും മനോജ് പറഞ്ഞു. നല്ലവനായ ഹോട്ടലുടമ നീ സ്റ്റുഡന്റ് അല്ലേ, ജോലിയൊന്നും ചെയ്യേണ്ടെന്നും പൈസ വേണ്ടെന്നുമൊക്കെ പറഞ്ഞപ്പോൾ മനോജ് സമ്മതിച്ചില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. അയാളുടെ പൈസ താൻ കൊടുക്കാമെന്നും നീ അത് സമ്മതിച്ചാൽ ഞാൻ കൊണ്ടുപോകാമെന്നും പാണ്ഡെ പറഞ്ഞു. ഡൽഹിയിൽ അവർ ഗൗരിയെ കാണുന്നു. ഇവർ ചെല്ലുമ്പോൾ ഒരു ഇടുങ്ങിയ മുറിയിൽ അയാൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം അയാൾ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഇത് അയാളുടെ ലാസ്റ്റ് അറ്റംപ്റ്റാണ്. അവരെല്ലാവരും പാവപ്പെട്ടവരും ഹിന്ദി മീഡിയം കുട്ടികളുമാണ്. ഗൗരി മോട്ടിവേഷനു വേണ്ടി പോലീസ് യൂണിഫോം വരെ തയ്ച്ചു വച്ചിരിക്കുകയാണ്. ഗൗരി സിവിൽ സർവീസ് എക്സാമിനെക്കുറിച്ച് മനോജിന് വിശദീകരിച്ചു കൊടുക്കുന്നു.
പ്രിലിംസ് എഴുതുന്ന 2 ലക്ഷം ഹിന്ദി മീഡിയം സ്റ്റുഡൻസിൽ 1000-1500 പേർ മാത്രമാണ് മെയിൻ പരീക്ഷയ്ക്ക് ക്വാളിഫൈഡ് ആകുന്നത്. അതിൽ നിന്ന് 100-150 പേരാണ് ഇന്റർവ്യൂയിലേക്ക് എത്തുന്നത്. അതിൽ 10-ൽ 8 പേരും തോൽക്കും. ഇതൊരു ഏണിയും പാമ്പും കളി പോലെയാണ്. ഭൂരിഭാഗം പേരെയും പാമ്പ് കൊത്തും. വീണ്ടും നേരെ താഴെ നിന്ന് തുടങ്ങണം. റീസ്റ്റാർട്ട്. ഒരിക്കലും തളരാതെ റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ 5 വർഷം 5 തവണ തോറ്റു. 5 വർഷവും റീസ്റ്റാർട്ട് ചെയ്തു. ഇത് ലാസ്റ്റ് അറ്റംപ്റ്റാണ്. ബാക്ക്വേർഡ് ക്ലാസ് ആയതുകൊണ്ട് 6 തവണ എഴുതാം. പൈസയില്ലെന്നും ജോലി വേണമെന്നും മനോജ് സങ്കോചത്തോടെ പറഞ്ഞപ്പോൾ നാം എന്തിനാണ് നാണിക്കുന്നത് എന്ന് ഗൗരി ചോദിച്ചു. ഞാൻ വന്ന സമയത്ത് 3 വർഷത്തോളം ടോയ്ലറ്റ് ക്ലീനിംഗ് ആയിരുന്നു ജോലി. മനോജിന് ഒരു ലൈബ്രറിയിൽ ജോലി കിട്ടി. ദിവസവും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. കിടക്കാൻ ഒരു റൂമുമുണ്ട്. പാണ്ഡെ നല്ല ഉഴപ്പാണ്. കുടിക്കുകയും ചെയ്യും. അച്ഛൻ PWD കോൺട്രാക്ടർ ആണ്. അച്ഛൻ്റെ ഡേർട്ടി മണി മുഴുവൻ കുടിച്ചു കളയുകയാണെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് കുടിക്കും. കൂടുതൽ കൈക്കൂലി കിട്ടാൻ വേണ്ടിയാണ് തന്നെ IAS കാരനാക്കാൻ നോക്കുന്നത്. തനിക്ക് TV റിപ്പോർട്ടർ ആവാനാണ് താല്പര്യം. പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഉഴപ്പുന്നു. അമ്മ മരിച്ചുപോയി. അല്ലെങ്കിൽ അമ്മയോട് പറയാമായിരുന്നു. റിസൾട്ട് വന്നു. ഗൗരി തോറ്റു. ആദ്യം വിഷമിച്ചെങ്കിലും ഗൗരി അതെല്ലാം മാറ്റി റീസ്റ്റാർട്ട് ടീ ഷോപ്പ് തുടങ്ങി. മറ്റുള്ളവരെ ഫ്രീ ആയി പഠിപ്പിക്കുകയും ചെയ്തു. മനോജ് ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിലിംസ് തോറ്റു. അടുത്ത അറ്റംപ്റ്റിനു വേണ്ടി റീസ്റ്റാർട്ട് ചെയ്തു. സമയം കിട്ടുമ്പോൾ ഗൗരിയെ കടയിൽ സഹായിച്ചു. റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. മനോജ് പകൽ മുഴുവൻ ജോലി ചെയ്തു. രാത്രി പഠിച്ചു. മനോജ് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വല്ലതും കഴിക്ക്, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുമെന്ന് പറഞ്ഞ് ഗൗരി അവനെ ശാസിച്ചു. അയാൾ വീണ്ടും പറഞ്ഞു, നമ്മൾ പാവങ്ങളാണ്. നമ്മുടെ അച്ഛന്മാർ ചെറിയ ജോലി ചെയ്യുന്നവരാണ്. ഒന്നുമില്ലാത്തവരാണ്. എങ്കിലും നമ്മൾക്ക് പാറ പോലെ ഉറച്ച വിൽ പവറുണ്ട്. വിട്ടുകൊടുക്കില്ല. നമ്മളിൽ ഒരാൾ ജയിച്ചാൽ അത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. ഇത്തവണ മനോജ് പ്രിലിംസ് ജയിച്ചു. പാണ്ഡെ ഇത്തവണയും തോറ്റു. ഞാനാണ് മനോജിനെ ഡൽഹിക്ക് കൊണ്ടുവന്നത്. അവന് IPS എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പാണ്ഡെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. മനോജ് അമ്മയെ വിളിച്ചു. അവർക്കൊക്കെ വലിയ സന്തോഷമായി. എവിടെയെങ്കിലും നല്ല കോച്ചിങ്ങിന് പോകണമെന്ന് ഗൗരി പറഞ്ഞു. A to Z എന്ന കോച്ചിങ് സെന്ററിൽ പോയി. അവിടെ വെച്ച് ആദ്യമായി ശ്രദ്ധയെ കണ്ടു. IAS ടോപ്പർ ദീപ് മോഹൻ അവിടെ പഠിച്ചതാണെന്ന് A to Z ഉടമ ശ്രദ്ധയോട് പറയുന്നത് മനോജ് കേട്ടു. അവർ കള്ളം പറയുകയാണെന്നും ദീപ് മോഹൻ സെൽഫ് സ്റ്റഡി ആണെന്നും മനോജ് പറഞ്ഞു. അവരുടെ ബിസിനസ് തട്ടിപ്പ് മനസ്സിലാക്കിയ ശ്രദ്ധ അവിടെ നിന്ന് പോകാനൊരുങ്ങി. അവൾ മനോജിനെ പരിചയപ്പെട്ടു. അവൻ താൻ ജോലി ചെയ്യുന്ന ലൈബ്രറിയുടെ പേര് പറഞ്ഞു. ആദ്യമായി ഒരു സിറ്റി ഗേളിനെ പരിചയപ്പെട്ട അവൻ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം അവൾ ലൈബ്രറിയിൽ വന്നു. സംസാരത്തിനിടയിൽ അവൾ മസൂരിയിൽ തൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു. അച്ഛൻ തന്നെ ആക്കിയിട്ട് തിരികെ പോയെന്നും പറഞ്ഞു. ലൈബ്രറിയിൽ അവൾ വരുമ്പോൾ പൊടി തുടക്കുന്നതിനിടയിൽ അവൻ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബുക്ക് പിടിച്ചുകൊണ്ട് ഷെൽഫിനടുത്ത് നിൽക്കുകയായിരുന്നു. അവൾ വിചാരിച്ചു അവൻ എഞ്ചിനീയർ ആണെന്ന്. ചമ്മൽ കാരണം അവന് തിരുത്താൻ കഴിഞ്ഞില്ല. അവർ വേറൊരു കോച്ചിങ് സെന്ററിൽ പോയി. അവിടെ 2000 പേരുണ്ടെന്നും അതിൽ 20 പേർ മാത്രമാണ് റാങ്ക് നേടുന്നതെന്നും അധ്യാപകൻ പറഞ്ഞു. ക്ലാസ്സിൽ വെച്ച് സാർ ആരാണ് മനോജ് എന്ന് ചോദിച്ചു. അവനെ അടുത്തു വിളിച്ച് അവൻ ഹിന്ദിയിൽ എഴുതിയ ടെററിസം ഇൻ ഇന്ത്യ എന്ന എസ്സേ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന് ഒരു ചോക്ലേറ്റ് കൊടുത്തു. അവൻ അത് ശ്രദ്ധയ്ക്ക് കൊടുത്തു. ക്ലാസ് കഴിഞ്ഞ് അവർ പാണ്ഡെയോടും മറ്റൊരു ഫ്രണ്ടിനോടും ഒപ്പമിരുന്ന് സംസാരിച്ചു. അപ്പോൾ ശ്രദ്ധ ഒരു റൊമാൻറ്റിക് സോങ് പാടി. അവർ തമ്മിൽ ഒരു ആത്മീയ ബന്ധം വന്നു തുടങ്ങി. അവർ സ്ട്രീറ്റിലൂടെ നടന്നു. ഒരിടത്ത് ബുക്കുകൾ വിൽപ്പനയ്ക്ക് വെച്ചിടത്ത് അവൻ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകം കണ്ട് ഇഷ്ടത്തോടെ എടുത്തു നോക്കി. പിറകിൽ അതിൻ്റെ വില നോക്കിയപ്പോൾ അവൻ നിരാശയോടെ അത് അവിടെ തന്നെ തിരികെ വെച്ചു. ശ്രദ്ധ അത് കണ്ടപ്പോൾ വിഷമത്തോടെ നോക്കിയിരുന്നു. അവൻ അവളെ ചായ കുടിക്കാൻ വിളിച്ചു. ചായയുമായി വന്നപ്പോൾ അവളെ കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഓടി വന്ന് ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞ് അവൻ നോക്കിവെച്ച പുസ്തകം അവന് കൊടുത്തു. വളരെ ആഗ്രഹിച്ച ബുക്കാണെന്ന് പറഞ്ഞ് അവൻ അവളോട് നന്ദി പറഞ്ഞു. ദീപാലംകൃതമായ റോഡിലൂടെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് അവർ നടന്നു. അടുത്ത ദിവസം റോക്കറ്റിനെക്കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെക്കുറിച്ചും സാർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി ആർക്കെങ്കിലും പറയാമോ എന്ന് സാർ ചോദിച്ചു. സാർ മനോജിനറിയാമെന്നും നാണം കൊണ്ട് പറയാത്തതാണെന്നും അവനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണെന്നും ശ്രദ്ധ പറഞ്ഞു. അവൻ അബ്ദുൽ കലാമിൻ്റെ പുസ്തകവും വായിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ നീ എഞ്ചിനീയർ ആണോ? നീ ഒരു BA ഡിഗ്രി ആണെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞു. ഇവൻ എഞ്ചിനീയറോ? ക്ലാസ് മുഴുവൻ അവനെ കളിയാക്കി ചിരിച്ചു. കളിയാക്കേണ്ടെന്നും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് സംഭവിക്കാമെന്നും പറഞ്ഞ് സാർ അവരെ സമാധാനിപ്പിച്ചു. താൻ എഞ്ചിനീയർ അല്ലെന്ന് പറയണമെന്ന് വിചാരിച്ചെങ്കിലും അതിനുള്ള ധൈര്യം കിട്ടിയില്ലെന്ന് അവൻ അവളോട് വിഷമത്തോടെ പറഞ്ഞു. അവൾ ദേഷ്യവും സങ്കടവും മൂലം അവനോട് ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം കണ്ടും കേട്ടും പാണ്ഡെ അടുത്തിരിപ്പുണ്ടായിരുന്നു.
അവൻ ലൈബ്രറിയിലെ മുറിയിൽ ഇരുട്ടത്ത് ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ ലൈബ്രറിയുടെ ഉടമ വിളിക്കുന്നെന്ന് പറഞ്ഞു. നിനക്കെന്താ വിഷമം, ഓക്കെ അല്ലേ? ജോലിക്കാരൻ അവനോട് ചോദിച്ചു. സ്ക്രാപ്പ് വിറ്റ പൈസയിൽ കുറവുണ്ടെന്ന് പറഞ്ഞ് ലൈബ്രറി ഉടമ അവനെ വഴക്കു പറയാൻ തുടങ്ങി. അവൻ എത്ര തന്നെ കണക്കുകൾ നിരത്തിയിട്ടും അയാൾ വിശ്വസിക്കുന്ന മട്ടില്ല. ഇക്കണക്കിന് ഇവൻ IPS നേടിയാൽ നാട് മുഴുവൻ കട്ടുമുടിക്കുമെന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് കള്ളന്റെ മോനെ എന്ന് വിളിച്ചു. എന്റെ അച്ഛനെ പറയുന്നു എന്ന് ചോദിച്ച് അവൻ അയാളെ ചെരുപ്പൂരി അടിക്കാൻ ഓങ്ങി. ഞങ്ങൾ കള്ളന്മാരല്ല എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വാതിൽ വലിച്ചടച്ച് അവിടം വിട്ടിറങ്ങി. അവൻ ക്ലാസ്സിൽ പോകുന്നത് നിർത്തി. അവസാനം ഒരു ഇടുങ്ങിയ ഫ്ലോർ മില്ലിലാണ് പാണ്ഡെ അവനെ കണ്ടെത്തിയത്. പാണ്ഡെയെ കണ്ടപ്പോൾ അവന് സന്തോഷമായി. നീ ശ്രദ്ധയെ കണ്ട് മാപ്പ് പറയണം, അവൾ മസൂരിയിലേക്ക് പ്രിലിമിനറി എഴുതാൻ പോവുകയാണെന്ന് പാണ്ഡെ പറഞ്ഞു. ഞാൻ എൻ്റെ മെയിൻ ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് ശ്രദ്ധയെ കാണാമെന്ന് മനോജ് പറഞ്ഞു. ഈ അവസ്ഥയിൽ നീ എങ്ങനെ പഠിക്കാനാണ്? എൻ്റെ മുറിയിലേക്ക് വരൂ എന്ന് പാണ്ഡെ നിർബന്ധിച്ചെങ്കിലും മനോജ് വഴങ്ങിയില്ല. ഇങ്ങനെ പോയാൽ അവൻ വീണ്ടും 0യിലേക്ക് വരുമോ എന്ന് പാണ്ഡെ കരുതി. പക്ഷേ അവൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനെയും വെല്ലുന്ന രീതിയിൽ ഇംഗ്ലീഷ് ക്വാളിഫയിങ് എക്സാം എഴുതി. പാസ്സാകുമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് നേവലുമൊത്ത് ചർച്ച ചെയ്തപ്പോൾ പണിപാളി. ടെററിസം ഇൻ ഇന്ത്യയെക്കുറിച്ചുള്ള എസ്സേ താൻ നന്നായി എഴുതിയെന്നും പണ്ട് ക്ലാസ്സിൽ വെച്ച സാർ അഭിനന്ദിച്ചിട്ടുള്ളതാണെന്നും മനോജ് പറഞ്ഞു. അത് ടെററിസം ഇൻ ഇന്ത്യയല്ല, ടൂറിസം ഇൻ ഇന്ത്യയാണെന്ന് പറഞ്ഞ നേവൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു കൊടുത്തു. നീ തോറ്റത് തന്നെ, നിന്റെ സെക്കൻഡ് അറ്റംപ്റ്റും പൊളിഞ്ഞു എന്ന് പറഞ്ഞ് നേവൽ പോയി. മനോജ് ആകെ തകർന്നു. അവൻ മസൂറിയിൽ ശ്രദ്ധയുടെ വീട്ടിൽ അവളെ കാണാൻ പോയി. ശ്രദ്ധ വീട്ടിലില്ലായിരുന്നു, ഒരു ഫാമിലി ഫംഗ്ഷന് പോയിരിക്കുകയായിരുന്നു. ജോലിക്കാരനോട് അവിടേക്ക് ഒരു ഫോൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഫോണിലൂടെ അവളോട് താൻ ക്ഷമ പറയാൻ വന്നതാണെന്നും 5 മിനിറ്റ് കാണാൻ പറ്റുമോ എന്നും ചോദിച്ചു. മെയിൻ എക്സാം എന്തായെന്ന് ശ്രദ്ധ ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് ക്വാളിഫയിങ് പേപ്പർ മെസ്ഡപ്പായി എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് എക്സാം നന്നായി ചെയ്താൽ നീ ഹാപ്പിയാകുമെന്ന് വിചാരിച്ചു. എക്സൈറ്റ്മെന്റിൽ എസ്സേ ടോപ്പിക് ഡബിൾ ചെക്ക് ചെയ്തില്ല. എന്നിട്ട് വീണ്ടും പഠിക്കുന്നതിന് പകരം എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണോ എന്ന് അവൾ ശാസിച്ചു. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് മടിച്ച് മനോജ് അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അവളതിനു മറുപടി പറയാതെ ഫോൺ വേലക്കാരന് കൊടുക്കാൻ പറഞ്ഞു. നിന്നോട് ഡൽഹിയിലേക്ക് പോകാൻ മാഡം പറഞ്ഞെന്ന് വേലക്കാരൻ പറഞ്ഞു. അവൻ വിഷമത്തോടെ അവിടെ നിന്നിറങ്ങി. അവൻ ഗ്രാമത്തിലെ തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ മുത്തശ്ശി മരിച്ചിരുന്നു. കൂടാതെ വീട്ടിൽ ആകെ ബുദ്ധിമുട്ടാണെന്ന് അവന് മനസ്സിലായി. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. അമ്മയും കരഞ്ഞു. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്തു തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.